ഹായ് ഗേഴ്സ്, ഇന്ന് നമ്മൾ പിസ്താഷ്യൽ വെച്ചിട്ട് ഒരു വോൾ ഡെക്കറാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ചധികം പിസ്താഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിസ്താഷ്യലെടുത്തിട്ട് ഇതേപോലെ ഫസ്റ്റ് ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ റൗണ്ടിൽ കട്ട് ചെയ്ത പീസിന് സെൻറ്റർ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് കോമ്പസ് വെച്ച് കുറച്ച് സർക്കിൾസ് അതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റിന്, അതായത് അറ്റത്ത് നിന്ന് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ പിസ്താഷ്യൽ ഇങ്ങനെ ചുറ്റും ഒട്ടിച്ചെടുക്കണം. ഇതെങ്ങനെയാവുമെന്ന് എനിക്ക് ഒരു പിടിയില്ലാതെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ സംഭവം ചെയ്ത് കഴിഞ്ഞ് കുറച്ചൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. അതുകൊണ്ട് ഇതൊന്നും നല്ല ക്ഷമയോടെ വേണം ഇരുന്ന് ചെയ്യാനായിട്ട്. പകുതിക്ക് വെച്ചിട്ടിട്ട് പോകരുത്. അപ്പോൾ ഇങ്ങനെ പിസ്താഷ്യലിൽ ഫെവി ബോണ്ട് ആക്കി കൊടുത്തിട്ട് ഞാൻ ഒട്ടിക്കണത്. നമ്മുടെ ഫെവിക്രിൽ അങ്ങനത്തെ ഫെവിക്കോളൊക്കെ ഒട്ടിച്ചാൽ ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിനേക്കാളും പെട്ടെന്ന് ഒട്ടുന്നതും ഈ ഫെവി ബോണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെക്സ് ക്യൂക്കൊക്കെ ഇട്ട് ഒട്ടിക്കാം. പക്ഷെ അത് നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കൈയൊക്കെ കൂട്ടി ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് പക്ഷേ അത്ര പെട്ടെന്നൊന്നും കൈ കൂട്ടി ഒട്ടത്തൊന്നുമില്ല കേട്ടോ. ഇതൊരു 5 മിനിറ്റിലൊക്കെ ഇത് ശരിക്കും ഡ്രൈ ആവും. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒട്ടിച്ച് വെച്ച് ഇരുന്നോളൂ അവിടെ. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ചുറ്റും ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഗൈസ്, ഞാൻ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിസ്താഷ്യലിൻ്റെ ഇടയ്ക്കേക്ക് വേറൊരു പിസ്താഷ്യലിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. അതായത് ഇതിൽ കാണുന്ന പോലെ തന്നെ ഒട്ടിക്കണം. കുറച്ച് കയറ്റി വേണം ഒട്ടിക്കാനായിട്ട്, ഇറക്കി ഒട്ടിക്കരുത്. കാരണം ഇതൊരു ഫ്ലവർ പോലെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇതളുകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിക്കണേ. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു ഇത് നന്നാവുമെന്ന്. കാരണം നല്ല ടെൻഷനോടെയാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. തേർഡ് ലെയർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫോൺ താഴെപ്പോയേനെ. താഴെപ്പോയിരുന്നെങ്കിൽ എൻ്റെ വീഡിയോ എടുപ്പ് അപ്ലോഡിങ് ഒക്കെ ഇപ്പോഴത്തെ കൊണ്ട് നിന്നേനെ. അപ്പോൾ ഭാഗ്യത്തിന് താഴെപ്പോയില്ല. അപ്പോൾ തേർഡ് ലെയറൊക്കെ ആയി സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ വന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഈ പിസ്താഷ്യൽ ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നിൻ്റെ പൊക്കത്താണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ കിടക്കും. അതുകൊണ്ട് സൂക്ഷിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ലെയറും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 3, 4, 5, 6, 7 ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 7 ലെയറാണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്ലേ ആണ്. അത് ഞാൻ സെറ്റാക്കിയിട്ട് കുറച്ച് പശ കൂടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് അതിലേക്ക് നമ്മുടെ ആ ഫെവി ബോണ്ട് ആക്കിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്തോരം ഒട്ടി നിൽക്കുമെന്ന് അറിയില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായത് കൊണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ക്ലേ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പശ തേക്കാതെ ആയാലും വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പശ ആക്കിയിട്ടാണ് പ്രസ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഞാൻ കോമ്പസ് വെച്ചൊക്കെയാണ് കുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ വെള്ളം പൊളിഞ്ഞു പോയി ഞാൻ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ കോമ്പസ് എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡോട്ടായിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. എന്നാലേ അതിനൊരു ആ ഫ്ലേവറിൻ്റെ സെൻറ്ററിലുള്ള സാധനത്തിൻ്റെ പെർഫെക്ഷൻ വേണം. ആദ്യം ബഡ്സ് വെച്ച് ട്രൈ ചെയ്തു. പിന്നെ സക്സസ് ആവാഞ്ഞപ്പോൾ ഞാൻ കോമ്പസ് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാണ് പെയിൻറ്റും കൂടെ ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ച് പരിപാടി കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് കുറച്ച് പരിപാടി കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതേപോലെ 3 റൗണ്ട് കട്ട് ചെയ്തെടുത്ത് ചുറ്റും പിസ്താഷ്യൽ 2 റൗണ്ട് ഒട്ടിച്ച് സെൻറ്ററിൽ എയർ ഡ്രൈ ക്ലേയും വെച്ച് കൊടുക്കണം. ഈ DIY ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ, ഞാൻ ഇട്ട് തരാവേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.